നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വെള്ളത്തിൽ ചാടാനായിട്ട് പോയി, യാദൃശികമായിട്ട് ഒരാൾ വെള്ളത്തിൽ മുങ്ങി. നിങ്ങൾ എന്താണ് ചെയ്യുക? നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ, നിങ്ങളുടെ ജീവന് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ആ വെള്ളത്തിൽ ഇറങ്ങി ആ വ്യക്തിയെ രക്ഷിച്ചിട്ട് വരാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വെള്ളത്തിൽ ചാടുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വെള്ളത്തിൽ ചാടാനായിട്ട് പാടില്ല. രണ്ടാമതായിട്ട്, നിങ്ങളുടെ കൂടെ ആ കരയിൽ നിൽക്കുന്ന ആൾക്കാരുടെ ജീവനാണ് നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഇവർ പാനിക്കായിട്ട് ചാടാനായിട്ട് പാടില്ല. കാരണം ഒരാൾ മരിക്കുന്ന സ്ഥാനത്ത് 2, 3, 4 പേരോ മരിക്കാനായിട്ട് ഇടവരുത്തരുത്. അപ്പോൾ രണ്ടാമതായിട്ട്, ആ കൂടെ നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾ സേഫ് സോണിൽ നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ പ്രാധാന്യമാണ് ആ മുങ്ങുന്ന വ്യക്തിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, ആ മുങ്ങുന്ന വ്യക്തികൾക്ക് നിങ്ങൾ ഇറങ്ങി ചെന്നിട്ട് രക്ഷിക്കുന്നതിനേക്കാൾ പ്രധാനമായിട്ടുള്ളത് ആ കരയിൽ തന്നെ എന്തെങ്കിലും ഉണ്ടോ, വല്ല വടിയോ അല്ലെങ്കിൽ വല്ല പട്ടയോ അല്ലെങ്കിൽ 2 ആൾക്കാരുടെ പാന്റ് കൂട്ടിക്കെട്ടിയാൽ തന്നെ അത്യാവശ്യം ദൂരം കിട്ടും. കരയിൽ നിന്ന് തന്നെ രക്ഷിക്കാനായിട്ട് ട്രൈ ചെയ്യുക. കേരളത്തിന്റെ മുങ്ങിമരണ നിരക്ക് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്.